ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി രേവതിയും കൂട്ടിക്കൊണ്ട് പൂക്കൾ വിൽക്കുന്നതിനായിട്ട് പോവാൻ കേട്ടോ. സച്ചി കൂടി ഉള്ളത് കൊണ്ട് തന്നെ രേവതി വളരെയധികം സന്തോഷവതിയാണ്. അങ്ങനെ പൂക്കൾ കൊണ്ടു കൊടുക്കുന്ന കടകളിൽ കയറുന്ന മിക്കവരും തന്നെ രേവതിയുടെ തലയിൽ എന്ത് പറ്റി എന്നുള്ള ചോദ്യവും രേവതി അതിനുള്ള ഉത്തരം പറഞ്ഞ് മടുക്കുകയും ചെയ്യുകയാണ്. പൂക്കൾ കൊടുത്ത് തിരികെ സച്ചിയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് രേവതി പറയുന്നത്, സച്ചിയേട്ട എത്രയും വേഗം ഈ തലയിലെ ബാൻഡേജ് മാറ്റണം. ചോദിക്കുന്നവരോടെല്ലാവരും മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു എന്ന് പറയുമ്പോഴത്തേക്കും, നീ എന്തിനാ മറുപടി പറഞ്ഞ് മടുക്കുന്നത്? നമ്മുടെ കയ്യിൽ 3 ഉത്തരം ഉണ്ടല്ലോ. ഒന്ന് പഴത്തൊലിയിൽ തെന്നി വീണു, ഒന്ന് റോട്ടിലേക്ക് മറിഞ്ഞു വീണു, ഒന്ന് പഴത്തൊലിയിൽ ചവിട്ടി റോട്ടിലേക്ക് മറിഞ്ഞു വീണു. ഈ 3 ഉത്തരങ്ങളിൽ ഒരെണ്ണം പറഞ്ഞാൽ പോരെ, ഒരുപാടൊന്നും ആലോചിക്കണ്ടല്ലോ എന്ന് സച്ചി തമാശ രൂപേണ പറയുന്ന നേരത്ത്, അതൊക്കെ ശരിയാണ്, പക്ഷെ ഞാൻ വീണു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്തായാലും എത്രയും വേഗം ഇതൊന്ന് മാറ്റണമെന്ന് പറഞ്ഞ് നമ്മുടെ രേവതി സച്ചിയോട് പറയുകയാണ്. ഇതേ സമയം തന്നെ കാണിക്കുന്നത് ശരത്ത് തൻ്റെ സുഹൃത്തുമായിട്ട് ചായക്കടയ്ക്ക് മുന്നിലായിട്ട് അസൈൻമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ആൻ്റണിയുടെ കാറ് വരുന്നത് കേട്ടോ. ആൻ്റണിയുടെ ഗുണ്ടകൾ ശരത്തിനെ കാണുമ്പോൾ തന്നെ വണ്ടി നിർത്തിയിട്ട് ആൻ്റണിയോട് പറയുന്നത്, ദേ ആൻ്റണിയുടെ ശരത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കൂടെ നിന്നുകൊണ്ട് വിസ്കിയും ബീറൊക്കെ കഴിച്ചുകൊണ്ട് ദേ ഇപ്പോൾ കാലി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ എന്ന് കളിയാക്കുന്ന രൂപത്തിൽ പറയുകയാണ് കേട്ടോ. അതിനുശേഷം ആൻ്റണി തൻ്റെ ഗുണ്ടകളോട്ട് പറയുന്നുണ്ട്, ഈ ഒരു പൈസ അവൻ ചായ കുടിച്ചതിൻ്റെ പൈസ നീയായിട്ട് കൊണ്ടേ കൊടുക്കാൻ പറയുന്ന നേരത്ത്, അവൻ കുടിച്ച ചായയുടെ പൈസ നമ്മളെന്തിനു കൊടുക്കണം ആൻ്റണി ചേട്ടാ, അവനിപ്പോൾ നമ്മുടെ കൂട്ടത്തിലില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അതൊന്നും നീ അറിയേണ്ട, ഈ പൈസ നീ കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുകയാണ്. ഇവർ ചെന്ന് ശരത്തിൻ്റെ ചായ കുടിച്ചതിൻ്റെ പൈസ കൊടുക്കുന്ന നേരത്തെ ശരത്ത് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഞാൻ കുടിച്ച ചായയുടെ പൈസ കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ആൻ്റണിയേട്ടൻ പറഞ്ഞു, അതെ ആൻ്റണിയേട്ടൻ നിന്നെ ഇപ്പോഴും ജീവനാണെന്നൊക്കെ പറയുമ്പോൾ അയാൾ നിങ്ങൾ ഇപ്പോഴല്ല കണ്ടുകൊടുക്കുന്നത്, എനിക്ക് അയാൾ പണ്ടേ തൊട്ടറിയാം, അയാളുടെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയാം, അയാളുടെ യാതൊരു സഹായം എനിക്ക് വേണം, ഞാൻ പഠിച്ച് നല്ല ജോലി മേടിച്ചോളാം ചേച്ചി, ഇതാ ഞാൻ ചായ കുടിച്ച പൈസ എന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് തൻ്റെ കയ്യിലുള്ള പൈസ കൊടുക്കുകയാണ്. കൂടി തന്നെ പറയുന്നുണ്ട്, അയാളുടെ കൂട്ടത്തിലില്ല എന്ന് കരുതിക്കൊണ്ട് ശരത്തിൻ്റെ കയ്യിൽ 10 പൈസ പോലും എടുക്കാനില്ല എന്നുള്ള വിചാരത്തിലാണ് അയാൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. ഇനി എന്തായാലും അയാളുടെ അടുത്തേക്ക് ഞാൻ വരികയില്ല എന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരനെ കൂട്ടിക്കൊണ്ട് ശരത്ത് പോവാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ കുട്ടികൾ പറയുന്നത്, അവൻ പോയി, അവനിനി നമ്മുടെ കയ്യിൽ കിട്ടാൻ പോകുന്നില്ല ചേച്ചി, ഞങ്ങൾക്ക് എന്തായാലും ചായ എടുത്തോളാൻ പറയുമ്പോൾ തന്നെ ആന്റണി ഇവരുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. ആന്റണി വരുമ്പോൾ തന്നെ ഇവർ ശരത്ത് പറഞ്ഞ കാര്യങ്ങൾ പറയാൻ ഒരുങ്ങുമ്പോഴത്തേക്കും, നിങ്ങളൊന്നും പറയണ്ട, അവൻ പറഞ്ഞത് എന്താണെന്ന് ഞാൻ കേട്ടു, അവനുള്ള തിരിച്ചടി എന്തായാലും ഉടനെ തന്നെ ഞാൻ കൊടുക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ശ്രുതിനെ ഫോൺ വിളിക്കുകയാണ്. ശ്രുതിനെ ഫോൺ വിളിച്ചതിന് ശേഷം, നിനക്ക് ഇതുവരെ സച്ചിയുടെ കയ്യിൽ നിന്ന് വീഡിയോ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്ന നേരത്ത് സച്ചിയുടെ കയ്യിൽ നിന്ന് വീഡിയോ കിട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അത്ര എളുപ്പമല്ല ആന്റണി എന്ന് ശ്രുതി മറുപടി പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആന്റണി പറയുകയാണ്, അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, എന്തായാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല, നവീൻ നിനക്ക് തന്നിരിക്കുന്ന 2 ദിവസമാണ്, ഈ 2 ദിവസത്തിനുള്ളിൽ നീ ഈ കാര്യം സാധിച്ചാൽ മാത്രമാണ് നവീൻ്റെ കാര്യം ഞങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് ആന്റണി കോൾ കട്ട് ചെയ്യുന്നത്. അതിനുശേഷം ശ്രുതി ഭയങ്കര ടെൻഷനിലാണ്, അത് എങ്ങനെയെങ്കിലും സച്ചിയുടെ ഫോണിൽ നിന്ന് ഈ ഒരു വീഡിയോ കണ്ടുപിടിക്കണം, എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ശ്രുതി കുളി കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ ചോദിക്കുന്നത്, എന്ത് പറ്റി ശ്രുതി, നീ ആകെ ടെൻഷനിലാണ്, സാധാരണ ഞാൻ കുളിക്കാൻ കയറുന്നതിന് മുന്നേ കുളിച്ച് റെഡിയായിട്ട് പോകാൻ ഉഷാറോടുകൂടി നിൽക്കാതെ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര തലവേദനയാണ് ശ്രുതി എന്ന് ശ്രുതി മറുപടി പറയുന്നുണ്ട്. എന്നാൽ നീ ഇന്ന് വരണ്ടായെന്ന് ശ്രുതി പറയുന്ന നേരത്തെ, എന്താ ഞാൻ വന്നാൽ എന്താ കുഴപ്പം, നിനക്കെന്താ ഞാൻ വരാതിരുന്നിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകാനാണോ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതിനെ വഴക്ക് പറയാണ്ട്. ശ്രുതി കേൾക്കുമ്പോൾ തന്നെ ശ്രുതിക്ക് ഭയങ്കര സങ്കടമാകുന്നു. ശ്രുതി പറയുന്നത്, എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ പറയുന്നത്, എനിക്ക് ആകെ സങ്കടമായിട്ടോ, ഞാനിതൊന്നും മനസ്സിൽ കണ്ടുകൊണ്ടൊന്നുമല്ല പറഞ്ഞത്, നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് താങ്ങാവുന്നതിൽ അപ്പുറമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഭയങ്കര സങ്കടത്തോട് സംസാരിക്കുമ്പോഴത്തേക്ക്, സോറി ശ്രുതി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, എനിക്ക് സങ്കടങ്ങളും ദേഷ്യമൊക്കെ പറയാനായിട്ട് നീ മാത്രമല്ലേ ഉള്ളൂ, എനിക്ക് തലവേദന കൊണ്ടാണെന്ന് തോന്നുന്നു, ഞാൻ ആകെപ്പാട് ദേഷ്യം വരുന്ന ശ്രുതി, നീ എന്തെങ്കിലും ക്ഷമിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിനെ കെട്ടിപ്പിടിച്ച് ക്ഷമ പറയുന്നുണ്ട്. അതിനുശേഷം കുളിക്കാനായിട്ട് കയറി പോവുകയും ചെയ്തിട്ട് കയറി ചെന്നതിന് ശേഷം ശ്രുതി ചിന്തിക്കുന്നത് വെച്ചാൽ എങ്ങനെയായിരിക്കും സച്ചിയുടെ ഫോണിൽ താൻ വീഡിയോ കണ്ടെത്തുമെന്നുള്ളൊരു ആലോചനയിലാണ്. ഇതേ സമയം തന്നെ ശ്രുതി ആകെ ടെൻഷനിലാണ്, അവൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ട്രീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവൾ ഓക്കെ ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയം ആന്റണിയോടെ ആയിട്ട് കുട്ടികൾ പറയുന്നുണ്ട്, ആന്റണിയായിട്ട് എങ്ങനെയെങ്കിലും ഇത് നമുക്ക് തിരിച്ചടി കൊടുത്തേ മതിയാവും, ആ ശ്രുതിയുടെ വീഡിയോ കിട്ടുമെന്ന് വിചാരിച്ചാണ് ആന്റണി ചേട്ടൻ നോക്കിയിരിക്കുന്നതെന്ന് ചോദിക്കുന്ന നേരത്ത്, ആ ഒരു വീഡിയോ കിട്ടിയ നല്ലൊരു തുറപ്പിച്ചിട്ടാണ്, എന്തായാലും ഇവരിങ്ങനെ വിട്ടാൽ ശരിയാവുകയില്ല, ഇപ്പോൾ നല്ലൊരു ചാൻസാണ്, ഇവർ രണ്ടുപേരും വണ്ടി പോകുന്ന സമയത്ത് പിന്നിൽ നിന്ന് വണ്ടി ഇടിച്ചിട്ട് കഴിഞ്ഞാൽ രണ്ടുപേരെ കൈയും കാലും ഒടിയുന്നതായിരിക്കും, എന്തായാലും 3-4 മാസത്തേക്ക് ഇവർക്ക് നല്ല റെസ്റ്റ് ആയിരിക്കും, എനിക്ക് തൽക്കാലത്തേക്ക് അത് മതിയെന്ന് ആന്റണി പറയുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി രേവതിയും കൂടെ കൂടിയിട്ട് വണ്ടി എടുത്ത് പോകുന്നതിൻ്റെ പിന്നാലെ തന്നെ ആന്റണിയും പിന്തുടരുകയാണ്. വണ്ടിയിൽ പോകുന്ന സമയത്ത് രേവതി ഭയങ്കര സന്തോഷവതിയാണ്, സച്ചി തൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് രേവതി പറയുന്നുണ്ട്, ഇങ്ങനെ ഈ ഒരു നിമിഷം ഞാൻ മരിച്ചു പോയാൽ എനിക്ക് വളരെയധികം സന്തോഷവതിയാണ്, കാരണം എൻ്റെ കൂടെ സച്ചിയേട്ടനുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നത്, നീ എന്തിനാ രേവതി ഇതേ രീതിയിൽ സംസാരിക്കുന്നത്, നിനക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാൻ കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതി വഴക്കൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആന്റണി നല്ല സ്പീഡിൽ വന്നതിന് ശേഷം സച്ചിയെ രേവതി വണ്ടി ഇടിച്ച് അപകടപ്പെടുത്താൻ ഒരുങ്ങുന്ന സമയത്ത് വേഗം സച്ചി
സച്ചി വണ്ടി വെട്ടിച്ചു വിടാണ് കേട്ടോ. രേവതിയും സച്ചി നല്ല രീതിയിൽ തന്നെ പേടിക്കുന്നുണ്ട്. എന്നാൽ ആന്റണി ആവട്ടെ തൻ്റെ കയ്യിൽ കിട്ടിയ ചാൻസ് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് കരുതിക്കൊണ്ട് ദേഷ്യത്തോടു കൂടി തന്നെ വണ്ടി എടുത്തുകൊണ്ട് അവിടുന്ന് പോവുകയും ചെയ്യാം കേട്ടോ. വേഗം തന്നെ സച്ചി വണ്ടിയുടെ പിന്നാലെ ഓടിച്ചെന്നിട്ട് വണ്ടി എടുത്തിട്ട് പോകാനിരിക്കുന്ന നേരത്തെ രേവതി പറയും, സച്ചിയുടെ വേണ്ട വിട്ടുകളാ, വെള്ളം അടിച്ച് വണ്ടി ഓടിക്കുന്നവന്മാരായിരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ സച്ചി പറയുന്നത് വെള്ളം അടിച്ചാൽ ഇങ്ങനെയാണ് വണ്ടി ഓടിക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വണ്ടി ഓടിക്കണം, ഇത് നമ്മൾ മനഃപൂർവ്വം ആരോ കൊല്ലാൻ ശ്രമിച്ചതാണെന്നൊക്കെ സച്ചി പറയുന്ന നേരത്ത് രേവതി പറയുന്നത് സച്ചിൻ അങ്ങനെ ചിന്തിക്കൊന്നും വേണ്ട, എന്തായാലും നമുക്കൊന്നും പറ്റിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിനെ സമാധാനിപ്പിച്ചതാണ്. വീട്ടിൽ ചെന്നതിന് ശേഷം കണക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി ചിന്തിക്കുന്നത് ആരായിരിക്കും തന്നെ അപകടപ്പെടുത്താൻ ശ്രമിച്ചത് എന്ന് തന്നെയാണ് കേട്ടോ. രേവതി വന്നിട്ട് ചോദിക്കും എന്ത് പറ്റി സച്ചിയേട്ടാന്ന് ചോദിക്കുമ്പോൾ എന്നാലും നമ്മളെ വണ്ടി അടിച്ച് കൊല്ലാൻ ശ്രമിച്ചത് ആരാണ്, മിക്കവാറും ആരുടെ ആവാനാണ് സാധ്യത എന്ന് പറയുമ്പം അത് ഇതുവരെ വിട്ട് കളഞ്ഞില്ലേ സച്ചിയുടെ, എന്തായാലും നമ്മൾ സേഫായി തന്നെ വീട്ടിലില്ലേ, ഇന്നത്തെ കണക്കുകൾ നോക്കി പെട്രോൾ അടിച്ച് ചായ കുടിച്ച് ചിലവുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇത് 2500 രൂപ കിട്ടിയിട്ടുണ്ട്, ഇത് നമുക്ക് കുടുക്കയിൽ ഇടാമെന്ന് പറയുമ്പോൾ നേരത്തെ 2500 രൂപ കിട്ടി, ഇതെന്തായാലും നല്ല ലാഭമാണല്ലോ രേവതി, നമുക്ക് എന്തായാലും ഒരു സിനിമയ്ക്ക് പോകണമെന്ന് സച്ചി പറയുന്ന നേരത്തെ സിനിമയ്ക്ക് എന്തിന്, നമ്മളിപ്പോൾ സമ്പാദിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യമെന്ന് നമുക്ക് റൂം കിട്ടുക എന്നതാണ്, അതിനുശേഷം മാത്രമാണ് ഇനി എല്ലാം എന്നൊക്കെ രേവതി പറയുന്ന നേരത്ത് കല്യാണത്തിന് മുന്നേ എനിക്ക് നല്ല സ്വാതന്ത്ര്യമായിരുന്നു, കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വാതന്ത്ര്യമൊക്കെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പരിഭവം പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രേവതി പറയുന്നത് സച്ചിയേട്ടൻ എന്ത് സ്വാതന്ത്ര്യം പോയി എന്നാ പറയുക, സച്ചിയേട്ടൻ പറഞ്ഞു എന്ന് പറയുന്ന നേരത്ത് കല്യാണത്തിന് മുന്നേ വെള്ളം അടിച്ചിട്ട് വരുന്ന നേരത്ത് അച്ഛൻ 2-3 വഴക്ക് പറയുന്നുണ്ടായിരുന്നു, ഇതിപ്പോൾ അത് മാത്രമല്ല നിൻ്റെയും കേൾക്കണം, മാത്രമല്ല ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കാമായിരുന്നു, ഇഷ്ടംപോലെ സിനിമയ്ക്ക് പോകാമായിരുന്നു, എൻ്റെ എല്ലാ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ചെറിയ പരിഭവം ചെയ്തതിനെ പറയുന്ന നേരത്ത് സച്ചിയേട്ടാ 10-20 വയസ്സുള്ള ആൺകുട്ടികളെല്ലാം ചിന്തിക്കുന്നത് അങ്ങനെയാണ്, ഇപ്പോൾ ഫ്രീ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സ്വാതന്ത്ര്യമായിട്ട് തോന്നും, പക്ഷേ ഒരു 60 വയസ്സിന് ശേഷം ഈ ഒരു സ്വാതന്ത്ര്യം അവർക്ക് ദുഃഖമായി മാറുമെന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും നിന്നോട് എന്ത് പറഞ്ഞിട്ട് കാര്യം, നിനക്ക് ന്യായീകരിച്ച് പറയാനായിട്ട് ഓരോ കാര്യങ്ങൾ കാണും, എന്തായാലും എൻ്റെ സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെട്ടു എന്ന് സച്ചി പറയുമ്പോഴത്തേക്കും സച്ചിന് എന്ത് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ സച്ചിൻ ഇപ്പോൾ ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുന്ന നേരത്ത് ഇപ്പോൾ ഹാപ്പിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാപ്പിയാണ്, നേരത്തെ വേറൊരു എൻജോയ്മെൻറ്റ് ഇപ്പോൾ വേറൊരു എൻജോയ്മെൻറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ദേവതയുടെ മടിയിലേക്ക് സ്നേഹത്തോടുകൂടി തന്നെ കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു ഭാഗത്തോടെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.